ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ്, നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവർ സെർവ് ചെയ്യുന്ന അതേ രീതിയിലും അതേ ടേസ്റ്റിലും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് നോക്കാവോ നമുക്ക്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി. കുറച്ചൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് സോസ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു 500 ഗ്രാം ക്യാബേജ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ നോസിൽ ഉപയോഗിച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. വലിയ ദൂരത്തിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, ചെറുതി വെച്ച് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണോളം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദയും കുറച്ച് കോൺസ്റ്റാർച്ചും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം അളവ് നമുക്ക് ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഈ ക്യാബേജ് ഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ കുറച്ച് ജലാംശം ഉണ്ടായിരിക്കും. ആ ജലാംശം നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആ പിഴിഞ്ഞെടുത്തതിനെ എടുത്തിടുക. നമ്മൾ ഈ ജലാംശം ഇങ്ങനെ മാറ്റുന്നത് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി വെള്ളം അതിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബോൾസ് ആക്കി എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് മൈദ ഒത്തിരി ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ചപ്പാത്തിയുടെ പരുവം കണക്കായി പോകും. അതിനേക്കാളും നമ്മൾ ഇങ്ങനെ ജലാംശം പിഴിഞ്ഞെടുക്കുന്ന ഈ വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ. ഇതൊരു നമ്മൾ അരിപ്പ കൊണ്ട് നമ്മൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് പിന്നെ സോസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് സ്ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞു. നമ്മൾ നന്നായിട്ട് നമ്മുടെ ക്യാബേജ് എല്ലാം നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മസാല നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂണോളം അളവ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പിൻ്റെ അളവ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ക്യാബേജിൽ കുറച്ച് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലാണ്. തൈറോയ്ഡ് ഉള്ളവരൊക്കെ ക്യാബേജ് കഴിക്കേണ്ട എന്നൊക്കെ പറയും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ആദ്യം നമ്മൾ 2 ടീസ്പൂൺ അളവ് കോൺസ്റ്റാർച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ ആവശ്യം നമ്മൾ കുഴച്ച് നോക്കുമ്പോഴേക്കും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 2 ടീസ്പൂൺ മൈദയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന കണക്ക് കുഴക്കരുത്, ജസ്റ്റ് ഒരു ചെറിയൊരു മയം. നമ്മൾ ഈ കോൺസ്റ്റാർച്ചൊക്കെ ആഡ് ചെയ്യുന്ന ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ജലാംശം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും 1 ടീസ്പൂണോളം അളവ് കോൺസ്റ്റാർച്ച് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഞാനിപ്പോൾ എത്ര ആഡ് ചെയ്തെന്ന് പറയാം. അതായത് 3 ടീസ്പൂൺ കോൺസ്റ്റാർച്ചും, അതായത് കോണിൻ്റെ മാവും, പിന്നെ വന്നിട്ട് ഒരു 5 ടീസ്പൂണോളം അളവ് മൈദയും കൂടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിനെ കുഞ്ഞു 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 ബോൾസാക്കി എടുക്കുക. നിങ്ങൾക്ക് വലിയ ബോൾസ് വേണമെങ്കിൽ വലിയ ബോൾസ് ആക്കി എടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോൾസിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എല്ലാം ഒന്ന് പിടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മൾ ഇതിന് ആവശ്യമായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഓരോ ബോൾസാക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആദ്യമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറം നന്നായിട്ട് വെന്ത് കിട്ടുമായിരിക്കും, ക്രിസ്പി ആയിരിക്കും. പക്ഷേ അകം വന്നിട്ട് വേവാത്ത കണക്കിരിക്കും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം അവസാനം കോരുന്ന ആ സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ കോരി എടുത്താലും മതി. ഓക്കെ, ചിലരൊക്കെ ആണെങ്കിൽ ആദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം കോരി മാറ്റിയിട്ട് വീണ്ടും ആ ഓയിലൊന്ന് ഹൈ ആയിട്ട് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വീണ്ടും ആ ബോയിലല്ല ഫ്രൈ ചെയ്തതിനെ എടുത്തിട്ട് വീണ്ടും എടുത്തിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കുക. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം ഇട്ടിട്ട് നമ്മൾ കോരിയെടുക്കുക. അപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ നല്ലൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട്.
ഇതെല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് വെറുതെയും കഴിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതിലൊരു സോസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ ആക്കുന്നത്. അപ്പോൾ നമ്മുടെ സോസ് പ്രിപ്പറേഷന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഒരു 2 ടീസ്പൂണോളം അളവ് ഗാർലിക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണോളം അളവ് നമ്മുടെ സവോള നമ്മൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ആ ക്യാബേജിൻ്റെ വെള്ളം നമ്മൾ നേരത്തെ മാറ്റി വെച്ചതും 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടാക്കുക. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആ ഗാർലിക്കിൻ്റെ മണമൊക്കെ അതിലൊന്ന് ഇറങ്ങിക്കോട്ടെ. ഇറങ്ങുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അതൊരു 4 ടേബിൾ സ്പൂണോളം അളവ് കാണും. അത്രയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവോള പെട്ടെന്ന് വഴലാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് സോസുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി സോസും സോയാ സോസും കെച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചില്ലി സോസ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂണോളം അളവ് സോയാ സോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കെച്ചപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം അളവ് കെച്ചപ്പ് ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ മുളക് പൊടിയും കെച്ചപ്പും സോയാ സോസും മാത്രം യൂസ് ചെയ്താൽ മതി. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ക്യാബേജിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്യാബേജിൻ്റെ വെള്ളം ഒഴിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടാക്കി ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ട്, ഒത്തിരി ഗ്രേവിയല്ല, ഒരു ചെറിയൊരു സോസിൻ്റെ ഒരു പ്രിപ്പറേഷൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ഇച്ചിരി ഒരു തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂണോളം അളവ് കോൺ സ്റ്റാർച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കട്ടയും പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കുറച്ചായിട്ട് ആദ്യം പകുതി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുമിച്ചെല്ലാം ഒഴിക്കുകയാണെങ്കിൽ കട്ട പിടിച്ചു പോകും. അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഏതാണ്ട് ബാക്കി കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് കൂടെ നമ്മൾ വിതറി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഫ്ലെയിം അപ്പോഴേക്കും ഓഫ് ചെയ്യുക. നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് അടച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെജിറ്റേറിയൻ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ. ബൈ.